ഹരി ഓം. ഇന്ന് വിദ്യാർത്ഥികൾ അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ആദ്യമായി പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ ശ്രദ്ധിക്കണം, ശീലിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്ന് പറയുമ്പോൾ കൃത്യം 4 മണി കഴിഞ്ഞ ഉടനെ, 4:30 മണി, മാക്സിമം ഒരു 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് എക്സംഷൻ കൊടുക്കാം. പക്ഷേ കൃത്യം 4:30 മണിയാണ് അതിൻ്റെ സമയം. 4:30 മണിക്ക് ഉണരുക. ഉണരുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് ഉണരുക, എഴുന്നേൽക്കുക. കിടക്കുമ്പോൾ തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കുക. ഉണർന്ന് എഴുന്നേറ്റാൽ ആദ്യമായി ഭൂമി ദേവിയെ തൊട്ടു വഴങ്ങുക. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശൻ ക്ഷമസ്വമേ. ഭൂമി ദേവിയെ സ്വന്തം അമ്മയോട് താരതമ്യപ്പെടുത്തി നാം ഭൂമി അമ്മയാണെന്ന ഭാവത്തിൽ അകത്ത് സ്വീകരിക്കണം, അകത്തുറപ്പിക്കണം. അത് കഴിഞ്ഞാൽ ഉടനെ പല്ല് തേച്ച് ടോയ്ലറ്റിൽ പോയി കുളിച്ച് വൃത്തിയാക്കണം ആദ്യം. ഇന്ന് പലരും ചെയ്യുന്നത് കുളിക്കാതെ പോലും സ്കൂളിൽ പോകുന്ന ഒരു സംസ്കാരമാണ്. അത് ശരിക്കും തീർത്തും തെറ്റാണ്. അങ്ങനെ ചെയ്തുകൂടാ. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ടോയ്ലറ്റിൽ പോയി കുളിച്ച് വൃത്തിയായി എന്തെങ്കിലും അല്പം ചൂടുള്ള വെള്ളം കുടിച്ച് പഠനത്തിന് ആരംഭിക്കണം. പഠനത്തിന് ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് സരസ്വതീ ദേവിയെയും ഭഗവാൻ കൃഷ്ണനെയും സ്മരിക്കണം. വിഘ്നങ്ങൾ മാറാൻ ഗണപതിയെയും സ്മരിക്കണം. വിഘ്നരാജനാണ് ഗണപതി. സരസ്വതി വിദ്യയുടെ ദേവതയാണ്. ദക്ഷിണാമൂർത്തിയെ സ്മരിക്കണം. അമ്മമാരും കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഇത് കൂടെ നിന്ന് പരിശീലിപ്പിക്കണം. ഒരു കാരണവശാലും അമ്മമാരോ അച്ഛന്മാരോ കുട്ടികളെ ഉരുട്ടി വിളിക്കുക, അടിച്ചു പിടിക്കുക, വഴക്ക് പറഞ്ഞ് വിളിച്ചുണർത്തുക, ഇതൊന്നും ചെയ്യരുത്. ആൺകുട്ടിയാണെങ്കിൽ മോനെ എഴുന്നേൽക്ക്, സമയം ഇത്രയായി എന്ന് ബോധ്യപ്പെടുത്തുക, ഓർമ്മിപ്പിക്കുക, ഉണർത്തുക. പെൺകുട്ടിയാണെങ്കിൽ മോളെ സമയം ഇത്രയായി, മോൾ ഉണരുക എന്ന് പറഞ്ഞ് അവരെ ഉണർത്തിയെടുക്കുക. അത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ ചൂടുള്ള വെള്ളം എന്തെങ്കിലും കൊടുക്കണം. അത് ഓരോ വീടിൻ്റെ സമ്പ്രദായം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ അല്പം ചൂടുള്ള വെള്ളത്തിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതും ശ്രേഷ്ഠമാണ്. അതിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതും ശ്രേഷ്ഠമാണ്. അതല്ലെങ്കിൽ കട്ടൻ കാപ്പി കൊടുക്കുന്ന സംസ്കാരമുള്ള വീടുകളിൽ കട്ടൻ കാപ്പിയിൽ നെയ്യ് ചേർത്ത് കുട്ടിക്ക് കൊടുക്കാം. പക്ഷെ നിങ്ങൾ അറിയണേ, എല്ലാവരും കുട്ടികൾക്ക് നെയ്യ് കൊടുക്കാതിരിക്കുന്നതിൻ്റെ രഹസ്യം കുട്ടി തടി കൂടും എന്നുള്ളതാണ്. ഈ രാവിലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയിൽ നെയ്യ് ഒഴിച്ച് കഴിച്ചാൽ കുട്ടി തടി കൂടില്ല. ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ വൃത്തിയായും ഭംഗിയായും ചെയ്യാനുള്ള ആർജവം ഉറങ്ങിക്കിടക്കുന്നത് ഉണർന്നു വരുന്നു എന്നതാണ് അതിൻ്റെ രഹസ്യം. എല്ലാവരിലും ഈ തത്വമുണ്ട്, രഹസ്യമുണ്ട്. അടുത്ത് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം ശ്രേഷ്ഠമാണ്. രാവിലെ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഓടി ക്ഷേത്രത്തിൽ പോവാം. അത് ഏറ്റവും നല്ലൊരു വ്യായാമമാണ്, ജീവിതത്തിൽ പാലിക്കേണ്ട ഒന്നാണ്. ഇന്ന് പല കുട്ടികൾക്കും നടക്കുക എന്നൊരു സ്വഭാവം വിദ്യാർത്ഥിയായി മാറിയിരിക്കുന്നു. പഴയ കാലങ്ങളിൽ 5ഉം 6ഉം 5ഉം 8ഉം കിലോമീറ്ററുകൾ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്, കുളിക്കാൻ പോയിരുന്നത്, ക്ഷേത്രത്തിൽ പോലും പോയിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മിക്കവാറും
അടുത്ത് ഗ്രാമക്ഷേത്രങ്ങളുണ്ട്, പരദേവതാ ക്ഷേത്രങ്ങൾ സ്വന്തം വീടുകളിൽ ഉണ്ടാവും. ഇപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നത് ബുദ്ധിയെ ഉണർത്താനും ഒരു സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യത്തിനും വളരെ ശ്രേഷ്ഠമാണ്. രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈശ്വര ചിന്തയോടുകൂടി ഉണരണം. ഓരോ ദിവസവും അന്നന്നത്തെ ഹോംവർക്കുകൾ അന്നന്ന് ചെയ്ത് തീർക്കണം. ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം അന്ന് രാത്രി കിടന്നുറങ്ങാൻ. അതിൻ്റെ മുമ്പ് സർവേശ്വരനോട് നന്ദി പറയണം. ഏവരും ഭഗവാനെ, എനിക്ക് തന്ന ഈ സൗഭാഗ്യത്തിനും സൗകര്യങ്ങൾക്കും ഞാൻ ഇന്ന് അങ്ങയോട് നന്ദിയും കൃതജ്ഞതയുമുള്ളവനാണ് എന്ന് പറഞ്ഞു വേണം കിടക്കാൻ. രാവിലെ ഉണരുമ്പോൾ അതേപോലെ ഈശ്വര ഭജനം വളരെ ശ്രേഷ്ഠമാണ്. അതിനാണ് സരസ്വതി, വിഷ്ണു, ഗണപതി ഇതെല്ലാം പറയുന്നത്. അതുപോലെ പാലിക്കണം. അമ്മമാർ മക്കൾക്ക് ഓം ദക്ഷിണാമൂർത്തിയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ എന്ന മന്ത്രം 333 ജപിച്ച് കുട്ടികൾക്ക് ആഴ്ചയിലൊരിക്കൽ കുടിക്കാൻ കൊടുക്കുന്നത് കുട്ടികളുടെ ബുദ്ധിശക്തി ഉണരാൻ വളരെ ശ്രേഷ്ഠമാണ്. ബുദ്ധിശക്തി ഉണരും. പക്ഷേ അമ്മമാരെന്ത് ചെയ്യണം? കുട്ടികൾ ഉണരുന്നതിന് മുമ്പേ അമ്മമാർ എഴുന്നേറ്റ്, സാധാരണ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, എഴുന്നേറ്റാൽ ഉടനെ ആ എന്ന് വിളിച്ച് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുടിയൊക്കെ ഇങ്ങനെയാക്കി. അത് ചെയ്തുകൂടാ. ഒരു കാരണവശാലും ഉണർന്നാൽ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൂടാ. കുളിച്ച് വൃത്തിയായി മുടി ഉണങ്ങിയ തുണി കൊണ്ട് കെട്ടി ഡ്രസ്സ് മാറി ഒരു ചന്ദനക്കുറിയോ എന്തെങ്കിലും തൊട്ട് കണ്ണെഴുതി എന്നിട്ട് അടുക്കളയിൽ കിടക്കുക. അടുക്കളയിൽ കടന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ഗണപതിയെ സ്മരിക്കുക. ഇതിനെയാണ് അഗ്രശാല ഗണപതി എന്ന് പറയുന്നത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അന്നപൂർണേശ്വരി സ്മരണം വളരെ അത്യാവശ്യമാണ്. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലവേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച്ച പാർവതി എന്ന അന്നപൂർണ മന്ത്രം ജപിച്ച് ഒരു തുള്ളി വെള്ളമാണെങ്കിലും തിളപ്പിച്ചെടുക്കുക. ചായയാണെങ്കിലും അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദ്രവ്യങ്ങൾക്കും ഭക്ഷണ സാധനങ്ങൾക്കും പാനീയങ്ങൾക്കും രുചി സംഭവിക്കും. അന്നപൂർണേശ്വരിയുടെ അംശചൈതന്യം അതിനകത്തേക്ക് വർഷിക്കും. ദുഷ്ട ചൈതന്യങ്ങൾ, ദുഷ്ട തരംഗങ്ങൾ അതിനകത്ത് ബാധിക്കാതിരിക്കും. ഇങ്ങനെ അമ്മമാർ കുളിച്ച് വൃത്തിയായ ഡ്രസ്സ് ചെയ്ത്, വില കൂടിയ ഡ്രസ്സല്ല വൃത്തിയുള്ളത്, കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഡ്രസ്സുകളിട്ട് മക്കൾ വിളിച്ചുണർത്തിയാൽ മക്കൾ ഉണരാതിരിക്കില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു ചന്ദനക്കുടിയൊക്കെ തൊട്ട് മുടിയിൽ ഒരു തുളസിക്കതിരും ചൂടി ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ റൂമിൽ ഈശ്വരീയമായ ചൈതന്യത്തിൻ്റെ ഒരു പരിമളം വ്യാപിച്ചിരിക്കും. വീടിൻ്റെ ദോഷങ്ങൾ മാറ്റാനും വീടിനെ ഈശ്വരീയ ഭാവത്തിലെത്തിക്കാനും ഈശ്വരൻ്റെ വാസസ്ഥലമാക്കാനും ഇത് ശ്രേഷ്ഠമായ മാർഗമാണ്. ജീർണ വസ്ത്രം, അല്പാഹാരം, ശ്വാനനിദ്ര, ഭഗവദ്ധ്യാനം ഇങ്ങനെയായിരിക്കണം ഒരു വിദ്യാർത്ഥി എന്നാണ്. സദാ പഴയ കാര്യങ്ങളിൽ മിക്കവാറും പഠിക്കുന്നവർ തന്നെയാണ് അവരവരുടെ വസ്ത്രങ്ങൾ അലക്കി സൂക്ഷിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വാഷിംഗ് മെഷീനെ കൊണ്ടുവന്നിട്ട് അമ്മ കഴുകി ഉണക്കി തേച്ച് തരും. പിന്നെ അല്പാഹാരം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഉറക്കം വരും. അത് കഴിഞ്ഞ് ഭഗവദ്ധ്യാനം, കോൺസെൻട്രേറ്റ് ചെയ്ത്
അങ്ങേ അറ്റം ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് എൻ്റെ അകത്ത് ഉറപ്പിച്ച് അതേപോലെ പോവുക. ശ്വാനനിദ്ര, ഉറക്കത്തിൽ വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കാവുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ വീട്ടിൽ നായയെ പോറ്റുന്നത് കണ്ടിട്ടുണ്ടാവും. നായ ഏത് ഉറക്കത്തിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ ഉടനെ ഞെട്ടിയുടരും. ഇതേപോലെ ആയിരിക്കണം ഒരു വിദ്യാർത്ഥി എന്നതാണ്. ഇനിയും ഏറെ പറയാനുണ്ട്. തൽക്കാലം ഞാൻ നിങ്ങളോട് വിട വാങ്ങുന്നു. ഹരി ഓം. സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി.